Good morning, Makle. Question number 3, page number 18. Question vaikam. The sum of digits of two-digit number is 11. The number got by interchanging the digit is 27 more than the original number. What is the original number? Sum of a two-digit number. The sum of digits of two-digit number. ഒരു two-digit numberന്റെ sum എന്ന് പറഞ്ഞാൽ 11 ആണ്. two-digit number എന്ന് പറഞ്ഞാൽ രണ്ടക്ക സംഖ്യകൾ. എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? 10 തൊട്ട് 99 വരെ ഉണ്ട്. two-digit numbers ആണ്. അപ്പം two-digitലെ ലെറ്റ് ഫസ്റ്റ് ഡിജിറ്റിനെ എക്സ് എന്നും സെക്കൻഡ് ഡിജിറ്റിനെ വൈ എന്നും അല്ലെ, അങ്ങനെ വേണ്ട. ഫസ്റ്റ് ഡിജിറ്റ് എന്നല്ല, ഡിജിറ്റ് നമുക്ക് ഇപ്പൊ നോക്കി 10 എന്ന് പറഞ്ഞാൽ ഇത് വൺസിന്റെ പ്ലേസ്, ഇത് ടെൻസിന്റെ പ്ലേസ്, അങ്ങനല്ലേ ടു ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ വൺസിന്റെ പ്ലേസ് ടെൻസിന്റെ പ്ലേസ്. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടീഷൻ എഴുതാം. ലെറ്റ് ഡിജിറ്റ് ഇൻ ടെൻസ് പ്ലേസ് ഏതാണ്? എക്സ് എന്നും ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ടെൻസ് പ്ലേസും വൺസിന്റെ പ്ലേസിലുള്ളതിനെ വൈ എന്നും കൊടുക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞു, രണ്ട് ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്താൽ, അതായത് ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും ടെൻസിന്റെ പ്ലേസിലുള്ളതും വൺസിന്റെ പ്ലേസിലുള്ളതും കൂടെ ആഡ് ചെയ്താൽ ആൻസർ 11 ആണ്. ഓക്കെ, ഇവിടെ ഇത് രണ്ട് ആഡ് ചെയ്താൽ എത്ര വരും? 1 + 0 = 1 എന്ന് പറയും. അതേപോലെ ആഡ് ചെയ്തപ്പം ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്തപ്പോൾ 11 വന്നെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. നമ്മൾ ഡിജിറ്റ് വന്നപ്പോൾ വേറെ സംഖ്യ 12, ഇതാണ് ഫസ്റ്റ് ഡിജിറ്റ് എന്ന് വിചാരിച്ചു. വൺസിന്റെ പ്ലേസിൽ കിടക്കുന്നു. സോറി, ഫസ്റ്റ് ഡിജിറ്റ് അല്ല, ഫസ്റ്റ് നമ്പർ നമ്മൾ എടുത്തത് വൺസിന്റെ പ്ലേസിൽ ടെൻസിന്റെ പ്ലേസിൽ. അപ്പൊ ഇവർ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ഇവിടെ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി ഇത് ഇന്റർചേഞ്ച് ചെയ്തെന്ന്, അതായത് വൺസിന്റെ പ്ലേസിൽ കിടന്നത് ടെൻസിലായി, ടെൻസിന്റെ പ്ലേസിൽ കിടന്നത് വൺസിലായി, അതായത് ഇത് 21 ആയെന്ന് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ the number got by interchange the digit is 27 more than, അതായത് ഈ ഒറിജിനൽ നമ്പർ ഇവിടെ എത്രയായിരുന്നു? നമ്മുടെ എക്സാമ്പിൾ ആയിരുന്നു കേട്ടോ, 12 ആയിരുന്നു. അതിനെക്കാട്ടി ഇപ്പൊ കിട്ടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടില് 27 കൂടുതലാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കത് ആ കണ്ടീഷനായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റില്ല. അതിന് മുമ്പേ നമുക്കറിയാം, ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ വൺസിന്റെ പ്ലേസും ഉണ്ട്, ടെൻസിന്റെ പ്ലേസും ഉണ്ട്. ഓക്കെ, അപ്പൊ ടെൻസിന്റെ പ്ലേസ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തൊക്കെ എഴുതുമ്പോൾ 10 ഇൻറ്റു വൺസിന്റെ പ്ലേസിൽ 1 ഇൻറ്റു, ഇപ്പൊ 12 എഴുതുവാണെങ്കിൽ നമുക്ക് 12 എഴുതുവാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതും? 1 × 10 + 2 × 1 എന്ന് എഴുതുന്നത്. അതായത് 1 ടെൻസിന്റെ പ്ലേസിലും 2 വൺസിന്റെ പ്ലേസ്. ഇതൊക്കെ എക്സ്പാൻഷൻ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സുകൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെഴുതാൻ പോവാന്നറിയാമോ? ഫസ്റ്റ് നമ്പറിനെ ഇപ്പൊ നമുക്ക് എന്നെ എഴുതാം. ഫസ്റ്റ് നമ്പർ എത്രയാണ് കിട്ടുന്നത്? ഇത് 10x + y എന്നും എഴുതാം. ഫസ്റ്റ് നമ്പർ നമ്മൾ പ്ലേസ് വാല്യൂ അനുസരിച്ച് എഴുതിയതാണ്. ഫസ്റ്റ് നമ്പറിനെ 10x + y എന്നും എഴുതാം. അങ്ങനെയാണ് സെക്കൻഡ് നമ്പറിനെ എങ്ങനെ എഴുതാം? 10y + x. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്തു. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയാൽ 12, ഇത് വൺസ് ടെൻസ് ആയിരുന്നു, ഇന്റർചേഞ്ച് ചെയ്തപ്പം 2 1 ആയി, 1 വൺസിന്റെ പ്ലേസിലായി, 2 ടെൻസിന്റെ പ്ലേസിലായി. അതാ എഴുതിയേക്കുന്നത്. കണ്ടോ? ഇത് എക്സ്, ഇത് വൈ ആണെന്ന് വിചാരിച്ചു. കണ്ടോ? അപ്പൊ ആദ്യത്തെ എന്ന് പറയുമ്പോൾ 10x വെറും 1y, തിരിച്ചു വരുമ്പോ ഇത് തിരിഞ്ഞു പോയി. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, തിരിഞ്ഞു വന്നു. കണ്ടോ? അപ്പം 10y എക്സ് എന്നും പറഞ്ഞു. അപ്പൊ ഇത് വെച്ചിട്ട് വേണം, ഈ ഒരു ഫോമാറ്റിൽ വേണം നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ ഉണ്ടാക്കാൻ. അവർ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നത് ഇതല്ല, തിരിച്ചിട്ടത് ഇതിനെക്കാട്ടിൽ 27 കൂടുതലാണ്, 27 മോർ ദാൻ ഒറിജിനൽ നമ്പർ. മനസ്സിലായോ? അപ്പൊ ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ നമ്പർ ഇല്ലേ, 10x + y, അതിനെക്കാട്ടിൽ 27 + 27 ആണ്. 27 കൂടുതലാണെന്ന്. മനസ്സിലായ മക്കളെ? ഒരു ഇച്ചിരി പ്രയാസമുള്ള പ്രോബ്ലമാണ്, കൺഫ്യൂഷൻ ആകണ്ട, ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ പറയാം. ഓക്കെ,
നമുക്ക് 2 ഡിജിറ്റ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ വൺസിന്റെ പ്ലേസ് ഉണ്ട്, ടെൻസിന്റെ പ്ലേസ് ഉണ്ട്. ഞാൻ ടെൻസിന്റെ പ്ലേസിൽ എക്സ് എന്ന് കൊടുത്തു, വൺസിന്റെ പ്ലേസിൽ വൈ എന്ന് കൊടുത്തു. ഫസ്റ്റ് കണ്ടീഷൻ അവർ പറഞ്ഞു ഈ രണ്ടും വൺസിന്റെ പ്ലേസും ടെൻസിന്റെ പ്ലേസും കൂടെ ആ 2 ഡിജിറ്റ് കൂടെ ആഡ് ചെയ്താൽ 11 കിട്ടും. അത് ഫസ്റ്റ് കണ്ടീഷനായിട്ട് നമ്മൾ എഴുതി മാറ്റി വെച്ചു. ഇനി സെക്കൻഡ് കണ്ടീഷൻ എഴുതാൻ വേണ്ടി അവർ പറഞ്ഞത് ഈ നമ്പറിനെ നമ്മൾ തിരിച്ചിട്ടാൽ, അതായത് ഇപ്പോൾ 12നെ 21 ആക്കിയാൽ ഫസ്റ്റ് നമ്പർ 12നെക്കാട്ടില് എത്ര കൂടുതലാണ്, 27, 27 കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ തിരിച്ച് y + x = അങ്ങനെ എഴുതിയാൽ പോരെ മക്കളെ. ആ കണ്ടീഷൻ അങ്ങനെ അല്ല ഇതിന്റെ കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉടനെ എങ്ങനെയാണ് എടുക്കുന്നത്, ഈ വൺസിന്റെയും ടെൻസിന്റെയും പ്ലേസിൽ എടുക്കും. അപ്പം 12 എന്നാണ് ഇത് വൺസ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ്. നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന പോലെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മളെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, ടെൻസിന്റെ പ്ലേസിനെ 10 × 1 എന്നാണ് എഴുതുന്നത്, 1ന്റെ പ്ലേസിൽ 2 × 1 എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇതല്ലേ നമ്മുടെ എക്സ്, ഇതല്ലേ വൈ. അപ്പൊ നമ്മൾ ഇതിനെ എന്നാന്ന് എഴുതും, 10 × x എന്ന് എഴുതും. ഇതിനെ എന്നാന്ന് എഴുതും, y × 1 എന്ന് എഴുതും. അതാണ് ഈ കണ്ടീഷൻ 10x. അപ്പൊ ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും, 10x + y അല്ല ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷനിൽ ഇങ്ങനെയാണ് വരുന്നത് 10x + y എന്ന്. ഇനി തിരിച്ചിടുമ്പോൾ എങ്ങനെ വരും, സെക്കൻഡ് നമ്പർ ആകുമ്പോൾ തിരിച്ചിട്ടു. അപ്പൊ 2 രണ്ടാമത് വന്നു, ഇത് വന്നു. അപ്പൊ ഇത് y തന്നെയാണ്, ഇത് x തന്നെയാണ്. അപ്പൊ ഇത് ഏതിന്റെ പ്ലേസിൽ വന്നു, ടെൻസിന്റെ പ്ലേസിൽ. അപ്പൊ നമ്മൾ ഇതിനെ എന്നാ പറയും, 10y എന്നും ഇതിനെ എന്നാന്ന് പറയും, 1x എന്നും പറയും. മനസ്സിലായോ? അപ്പൊ അതാണ് സെക്കൻഡ് നമ്പറിനെ 10y + x എന്ന് എഴുതിയത്, ഫസ്റ്റ് നമ്പറിനെ 10x + y എന്ന് എഴുതിയത്. മനസ്സിലായ മക്കളെ കണ്ടീഷൻ? ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്ലേസ് വാല്യൂ വെച്ച് എഴുതിയതാണ്. x 10ന്റെ പ്ലേസിൽ കിടക്കുന്നുണ്ട് 10x, y വൺസിന്റെ പ്ലേസിൽ കിടക്കുന്നുണ്ട് y. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്പർ. തിരിച്ചിട്ടപ്പോൾ y ടെൻസിന്റെ പ്ലേസിൽ വന്നു, x വൺസിന്റെ പ്ലേസിലും വന്നു. അന്നേരമുള്ള കണ്ടീഷനാണ് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറിന്റെ കൂടെ 27 കൂടെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ കണ്ടീഷൻ ഉണ്ടാക്കണം. എക്സ് എല്ലാം ഒരിടത്തോട്ട് കൊണ്ടുവരാം. ഇവിടെ എക്സ് കിടപ്പുണ്ട്. ഞാൻ എക്സ് ആദ്യം എഴുതിക്കോട്ടെ, അല്ലേ അവിടെ കിടക്കട്ടെ. ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ആരെ കൊണ്ടുവരാം, എക്സിനെ വയ്യ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. +10x ഇപ്പുറത്ത് വരുമ്പം -10x +y ഇപ്പുറത്ത് വരും -y = 27. ഓക്കെ, സബ്ട്രാക്ഷൻ ചെയ്യാം. എക്സിനെ ആദ്യം എടുക്കാം. +1x -10x പ്ലസും മൈനസും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ, സബ്ട്രാക്ട് ചെയ്യും വലുതിൻ്റെ സൈൻ. അപ്പം -9x. അതുപോലെ y +10y -y. ഇവിടെ പ്ലസും മൈനസും വന്നു, സബ്ട്രാക്ഷൻ, എന്നിട്ട് വലുതിൻ്റെ സൈൻ. -+9y = 27. കണ്ടോ, നമ്മുടെ സെക്കൻഡ് കണ്ടീഷനും കിട്ടി. ഓക്കെ, അപ്പം ഫസ്റ്റ് കണ്ടീഷൻ എന്നായിരുന്നു x + y = 1 എഴുതാം. ഫസ്റ്റ് കണ്ടീഷൻ x + y = 11 എന്നായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ -9x + 9y = 27. കണ്ടോ, സെക്കൻഡ് കണ്ടീഷൻ ഉണ്ടാക്കിയത് ഇച്ചിരി പാടുപെട്ടാണ് നമ്മൾ. അത് വീഡിയോ ഒന്ന് നന്നായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണേ. ഓക്കെ, ഇനി കണ്ടീഷൻ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യും, ഒരുപോലെ ആക്കാം. എക്സിനെ ഒരുപോലെ ആക്കാം അല്ലേ. അപ്പൊ എക്സിനെ ഒരുപോലെ ആക്കണമെങ്കിലോ എന്ത് ചെയ്താൽ മതി, ഇവിടെ 9 ഉണ്ട്. അപ്പൊ ഇവരെയും കൂടെ 9 ആക്കിയാൽ മതി. അപ്പൊ എന്നാ ചെയ്താൽ മതി, മേളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം, വേണ്ടല്ലോ. മേളിൽ മാത്രം 9 കൊണ്ട് ചെയ്തേ. 9 × x 9x + 9 × y 9y 11 × 9. അതായത് എല്ലാ ഇക്വേഷനും നമ്മൾ 9 വെച്ച് മൾട്ടിപ്ലൈ. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു, മാറിയത് കൊണ്ടാണ്. സെക്കൻഡിന് മാറ്റമുണ്ടോ, അതുപോലെ തന്നെ എഴുതാം. 27. ഇവിടെ ഒന്നും ചെയ്യേണ്ട മക്കളെ, ഒരെണ്ണം +9x ആണ്, ഒരെണ്ണം -9x ആണ്, ക്യാൻസലായി. ഇത് രണ്ടും പ്ലസ് ആണ്, 18y. ഇത് രണ്ടും പ്ലസ് ആണ്, ആഡ് ചെയ്യാം. 126 അല്ലേ, 9 7 16 126. Therefore y = 126. 18 ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്നാ ചെയ്യും, നിങ്ങൾ ഡിവൈഡ് ചെയ്യും അല്ലേ. ഓക്കെ, നമുക്ക് ഡിവൈഡ് 18 × 7 എത്രയാണ്, 56 7. ഓക്കെ, അപ്പോൾ y = എത്രയാണ്, 7. 126നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി, 7. അപ്പോൾ y എന്ന് പറഞ്ഞാൽ വൺസിന്റെ പ്ലേസിൽ കിടക്കുന്നത്. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഇക്വേഷൻ, ഒബിയസ്ലി ഞാൻ എപ്പോഴും എടുക്കും ഫസ്റ്റ് ഇക്വേഷൻ തന്നെ.
അപ്പം എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് 7 ഇസ് ഈക്വൽ ടു 11. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 11. 7 അപ്പുറത്ത് പോവും, +7 ആണ്, -7 ആകും അല്ലേ മക്കളെ? 7 4 11. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 4 ആണോ? എക്സ് 4ഉം വൈ എത്രയായിരുന്നു കിട്ടിയത്? 7. വലുതിന് ചെറുത് കുറച്ചു, വലുതിൻ്റെ സൈൻ. അപ്പം കിട്ടിയല്ലോ, നമുക്ക് സംഖ്യ കിട്ടി. അപ്പം നമ്മുടെ നമ്പർ എത്രയായിരിക്കും? നമ്പർ ഫസ്റ്റ് ഡിജിറ്റ്, അതായത് അപ്പം നമ്മൾ ഇത് കണ്ടീഷൻ എങ്ങനെ എഴുതിയത്? അപ്പം ഡിജിറ്റ് ഇൻ വൺസിൻ്റെ പ്ലേസ് ആയിരുന്നു നമ്മൾ വൈ എന്ന് പറഞ്ഞു. അപ്പം 7. ഡിജിറ്റ് ഇൻ ടെൻസ് പ്ലേസ്, ടെൻസിൻ്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാണ്? 4. നമ്പർ, നമ്മുടെ ഇവിടുത്തെ നമ്പർ എത്രയാണ്? ദ നമ്പർ ഈസ് 40. ഇതല്ലേ ടെൻസിൻ്റെ പ്ലേസ്, ഇവിടെ വൺസിൻ്റെ പ്ലേസ്. നമ്പർ ഈസ് 47. കണ്ടീഷൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്യുമെന്ന് കാര്യം മക്കളെ. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ഉണ്ടാക്കുന്ന മുമ്പത്തെ പ്രോബ്ലത്തിലും ഫസ്റ്റ് പ്രോബ്ലത്തിലും ഇതുപോലെയുണ്ട്. കണ്ടോ, നമ്മൾ പഠിച്ച ഓരോ ചാപ്റ്ററിലെ ആപ്ലിക്കേഷൻ ഇതിനകത്ത്. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ചാപ്റ്ററിലെ എല്ലാ ആപ്ലിക്കേഷൻ, ഫിസിക്സിൽ പഠിച്ചത്, മറ്റ് ഇതിനകത്ത് തന്നെ മാത്സിൽ തന്നെ വേറെ ചാപ്റ്ററിലൊക്കെ ആപ്ലിക്കേഷൻസ് അല്ല അവിടുത്തെ ഫോർമുലക്കകത്തോട്ട് ഇട്ട് ഇക്വേഷൻ ഉണ്ടാക്കാനായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും വരുന്നത്. അപ്പം ഇത് ഓർത്തിരുന്നേ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു പ്രോബ്ലം വരുന്നതാണ്, എപ്പോഴും വരുന്നതാണ്. ഈ 2 ഡിജിറ്റ് നമ്പറിനെ ഞാൻ നാളെ പറഞ്ഞ പോലെ ഏജിൻ്റെ പ്രോബ്ലം വരുമെന്ന് പറഞ്ഞില്ലേ, എപ്പോഴും വരുന്നത്. അതുപോലെ എനിക്കെപ്പോഴും വരുന്നൊരു പ്രോബ്ലമാണ്. ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു അങ്ങനെ. അപ്പോൾ അതെപ്പോഴും ഓർത്തിരിക്കുക, ടെൻസിൻ്റെ പ്ലേസ്, വൺസിൻ്റെ പ്ലേസ്. അത് ഓർത്തിരുന്ന്, ഇത് ചില പാടുള്ള ക്വസ്റ്റ്യനാണ്. കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ കാണാൻ വീഡിയോ ചെയ്യാൻ തെറ്റട്ടെ, നമുക്ക് ശരിയാക്കാം. ഓക്കെ മക്കളെ, നമ്മൾ എക്സാം ഒക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ ശരിയായിക്കോളൂ. ഇത് ചെയ്യണം, പഠിക്കണം കേട്ടോ. എന്നും പറഞ്ഞാൽ ഇത് വിടരുത്, പാടാന്ന് പറഞ്ഞ് വിടില്ല മക്കളെ. ചെയ്ത് 2-3 പ്രാവശ്യം നിങ്ങൾ എഴുതിയും കൂടെ പഠിക്കുക, അന്നേരം പഠിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു മക്കളെ. സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.